എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ മാസം വിട പറയുന്നു. ഇനി ഈദുൽ ഫിത്തറിൻ്റെ ചെറിയ പെരുന്നാളിൻ്റെ ആ ഒരു സന്തോഷത്തിലേക്കാണ് വിശ്വാസികളെല്ലാം കാതുർത്തുകൊണ്ടിരിക്കുന്നത്. 30 ദിനരാത്രങ്ങളുടെ ആത്മീയ പരിശീലനം തന്നെയായിരുന്നു പരിശുദ്ധ റമദാനിൽ കഴിഞ്ഞു പോയത്. വ്രതാനുഷ്ഠാനം എന്നതുപോലെ തന്നെ മറ്റ് സൽക്കർമ്മങ്ങൾ, ദാനധർമാദി കർമ്മങ്ങൾ അതിലൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട്, അതുപോലെ തന്നെ സഹജീവിയോടുള്ള നമ്മുടെ കടപ്പാടുകളെയും കടമകളെയും കുറിച്ച് പ്രത്യേകമായിട്ടുള്ള താല്പര്യത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടുള്ള ഒരു മാസമാണ് കഴിഞ്ഞു പോയത്. മനുഷ്യ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും വഴികളിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കുവാൻ കഴിഞ്ഞത്. അപ്പോൾ ആ നല്ല പരിശീലനങ്ങൾ അത് റമദാൻ തീരുമ്പോൾ തീർച്ചയായും പെരുന്നാളിൻ്റെ ആ സുദിനത്തിൽ അതിൻ്റെ സന്തോഷം നമുക്ക് പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നു. പെരുന്നാൾ ദൈവം നമുക്ക് കനി നൽകിയിട്ടുള്ള സന്തോഷത്തിൻ്റെ നാളാണ്. അന്നെല്ലാവരും സുഭിക്ഷമായിട്ട് തന്നെ കഴിയണം എന്നുള്ളത് തന്നെയാണ് അള്ളാഹുവിൻ്റെ അചഞ്ചലമായ ഒരു വിധി. അപ്പം അതിനുവേണ്ടി ഫിത്ർ സക്കാത്ത് അത് ഫിത്ർ സക്കാത്ത് അതിനായിട്ട് പ്രത്യേകമായിട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും സുഭിക്ഷത ഉറപ്പുവരുത്തിക്കൊണ്ട് സന്തോഷത്തിൻ്റെ ഒരു നാൾ, അതാണ് പെരുന്നാൾ ദിനം. ഒപ്പം ഭക്തി നിർഭരമായ കാര്യങ്ങളും നമുക്ക് പെരുന്നാളിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. പള്ളിയിൽ പോകണം, നമസ്കരിക്കണം. എന്നതുപോലെ തന്നെ കുടുംബ സന്ദർശനം, സ്നേഹജനങ്ങളോടുള്ള സഹവർത്തിത്വം, ഇതൊക്കെ തന്നെ പെരുന്നാളിലും നമുക്ക് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. പെരുന്നാൾ ദിനത്തിൽ മാലാഖമാരെ അള്ളാഹു നിയോഗിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പള്ളിയിലേക്ക് പോകുമ്പോൾ റോഡിന് ഇരുവശവും അവർ നിലയുറപ്പിച്ചുകൊണ്ട് പള്ളിയിൽ പോകുന്ന വിശ്വാസികൾക്ക് പ്രാർത്ഥന കൊണ്ടും അവർക്ക് പ്രത്യേകമായ ആശംസകൾ നേർന്നുകൊണ്ടും അവരുടെ നിൽക്കുന്ന കാഴ്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അങ്ങനെ അള്ളാഹു ഏറെ സന്തോഷിക്കുന്ന ഒരു ദിനം കൂടിയാണ് പെരുന്നാൾ. അപ്പോൾ ആ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ സന്തോഷം പങ്കുവെക്കുക. നമ്മുടെ സഹജീവികളോട്, സഹോദര സമുദായങ്ങളോട്, നാട്ടുകാരോട്, എല്ലാവരോടും ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു നല്ല മറക്കാനാവാത്ത ദിനമായി പെരുന്നാൾ ദിനത്തെ നമുക്ക് കൊണ്ടാടണം. ഈ പെരുന്നാളിൽ നമ്മൾ സന്തോഷം പങ്കുവെക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഉള്ളിൽ വേദനയുടെയും ഓർമ്മകൾ കടന്നു വരുന്നു. മറ്റൊന്നുമല്ല, പശ്ചിമേഷ്യയിൽ യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ ഇനിയും അത് പെയ്തു തീർന്നിട്ടില്ല. മനുഷ്യൻ്റെയും രാജ്യങ്ങളുടെയും ഭരണാധികാരികളുടെയും ലാഭ കൊതിയും സാമ്രാജ്യത്വ മോഹങ്ങളുമാണ് അവിടെ യുദ്ധമായി പരിണമിച്ചിട്ടുള്ളത്. യുദ്ധം തുടങ്ങിയ അമേരിക്ക, ഇസ്രായേൽ, അപ്പോൾ അവർക്ക് തന്നെ അത് അവസാനിപ്പിക്കാൻ കഴിയാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇറാനെ അവർ ആക്രമിക്കുന്നു, ഇറാൻ തിരിച്ചടിക്കുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇരകളാകുന്നത് ആ ഭാഗങ്ങളിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. സ്ത്രീകളും കുട്ടികളും വയോധികന്മാരൊക്കെ അടക്കമുള്ള അവരൊക്കെ പക്ഷേ നിരപരാധികളുമാണ്. ഈ രാജ്യക്കാരൊന്നുമല്ല. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഏറ്റുമുട്ടലുകൾ, മിസൈൽ വർഷങ്ങൾ, ഇതൊക്കെ തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട ആളുകളല്ല ഇതൊക്കെ അനുഭവിക്കുന്നത്. UAE-ലും ഖത്തറിലും ബഹ്റൈനിലും കുവൈത്തിലും ഒക്കെ ജീവിക്കുന്ന ആളുകൾ അവർ യുദ്ധവുമായി ബന്ധപ്പെട്ടവരല്ല. പക്ഷേ അവർക്കാണ് ഇതിൻ്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുകൂടി, ഒരു യുദ്ധം എത്രമാത്രം ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. പെരുന്നാൾ ദിനം പ്രാർത്ഥനാ ദിനം കൂടിയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടുകൂടിയുള്ള യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കാൻ, എത്രയും പെട്ടെന്ന് അവിടെ സമാധാനം പുലരട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും കൂടിയുള്ളൊരു അവസരമായി ഈ പെരുന്നാളിനെ എല്ലാവരും പ്രയോജനപ്പെടുത്തണം എന്നുകൂടി ആവശ്യപ്പെടുന്നു. Thank you.